latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് 1 മലയാളം. സൗദിയും യുഎഇയും ഗതാഗത ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഏകദേശം ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലാണ് ഖത്തർ. അതേസമയം ഖത്തർ നിവാസികളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് ഭരണകൂടം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടായേക്കാവുന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ പ്രചരിച്ചതോടെയാണ് ഭരണകൂടം തന്നെ ഇതിനൊരു വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഒരു തരത്തിലുമുള്ള ഭക്ഷ്യക്ഷാമം രാജ്യത്തുണ്ടാകില്ലെന്ന് ഖത്തർ അമീർ അറിയിച്ചു. നിലവിൽ ആവശ്യമായത്ര ഭക്ഷ്യവസ്തുക്കളുണ്ട്. ഇനി അഥവാ ഭക്ഷ്യവസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടാൽ അത് പരിഹരിക്കാനുള്ള വഴികൾ ഖത്തറിന് മുന്നിലുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അമീർ വ്യക്തമാക്കി. ഖത്തറിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ 40% സൗദിയിൽ നിന്ന് കരമാർഗമാണ് എത്തിക്കുന്നത്. ഖത്തറിലേക്കുള്ള പാത കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ അടച്ചുപൂട്ടി. തുടർന്ന് ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി വന്ന 100 കണക്കിന് ട്രക്കുകൾ അതിർത്തിയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമോ എന്ന ആശങ്ക പരന്നതോടെ ഖത്തർ തിങ്കളാഴ്ച തന്നെ ഇറാൻ അധികൃതരുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് അധിക ഭക്ഷ്യവസ്തുക്കൾ കപ്പൽ വഴി ഖത്തറിലെത്തിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇറാനിൽ നിന്ന് പുറപ്പെട്ട ചില കപ്പലുകൾ ഇന്ന് തന്നെ ഖത്തറിലെത്തിയിട്ടുമുണ്ട്. നിലവിൽ ആവശ്യമായ സാധനങ്ങൾ ഖത്തറിൽ ഉണ്ടെന്നും മുൻകരുതലെന്ന നിലയിൽ ഇറാൻ, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നായി ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമെന്നും അധികൃതർ പറയുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ 12 മണിക്കൂർ കൊണ്ട് ഇറാനിൽ നിന്ന് ഖത്തറിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഭക്ഷ്യപ്രതിസന്ധിക്കുള്ള ഒരു സാധ്യതയും ഖത്തറിലില്ലെന്ന് ഖത്തറിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളും അറിയിച്ചു. ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്ന ഭയത്തിൽ ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി ശേഖരിച്ചതോടെ ഖത്തറിലെ പല സൂപ്പർ മാർക്കറ്റുകളും കഴിഞ്ഞ ദിവസം കാലിയായതായി ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകൾ അനാവശ്യമായി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ശേഖരിക്കരുതെന്നും ഇത് ക്ഷാമത്തിലേക്ക് വഴിതെളിയിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. പ്രവാസികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 1 ഇന്ത്യ മലയാളം.